അതെ, എപ്പോഴെങ്കിലുമൊക്കെ സിനിമ കാണാൻ പോകുന്നതിനോട് എന്താ ഇപ്പോൾ ഒരു തെറ്റില്ലേ? എപ്പോഴെങ്കിലും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, എപ്പോഴും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും എല്ലാവരും വയനാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എപ്പോഴാണോ ടിക്കറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പം അങ്ങോട്ട് കയറി, അതായത് രാത്രി 10 മണിക്ക്. ഇതാകുമ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കുട്ടികൾ കരഞ്ഞിട്ട് സിനിമ കാണാതിരിക്കേണ്ടി വരുമെന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ രാത്രിയായില്ലേ, കിടന്നുറങ്ങിയേക്കും. അങ്ങനെ നമ്മൾ കാണാൻ തീരുമാനിച്ച സിനിമ ലോകയായിരുന്നു. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതുല്യ ഐശ്വര്യയിലല്ല, അതുല്യ ഐശ്വര്യൻ്റെ സിനി പ്ലസിലായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ സിനി പ്ലസിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് കാണാലോ എന്നുള്ള ആവേശം കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക, ചെറിയ ടീസ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഫാസ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് കോഫി സംഭവങ്ങൾ കൊണ്ടുപോകരുതെന്നുള്ളത്. നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് കുടിച്ചു. അല്ല പിന്നെ അപ്പം നോക്കുമ്പോഴാണ് കുട്ടികളെക്കാളും കഷ്ടത്തിൽ ഒരുത്തി അവിടെ നിന്ന് ഫ്രൂട്ടി വേണമെന്നും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത്. എന്താ ചെയ്യല്ലേ, പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കാര്യമാക്കണ്ട. ലാസ്റ്റ് ഒക്കെ ഫ്രൂട്ടി വാങ്ങി കൊടുത്തു കേട്ടോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം മോൾ അപ്പുറത്തെ സൈഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ചെന്നൈയിലുള്ള സ്റ്റാലിൻ മന്ത്രീനെ ആയിരുന്നു. ചെന്നൈയിലുള്ള മന്ത്രീനെ ആണെന്നാണ് എനിക്കൊരു ധാരണ. വീട്ടിൽ നിന്ന് അപ്പം ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണെങ്കിലും ചായ കുടിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അവിടെ അതൊക്കെ കാണുന്ന സമയത്തൊന്നും കഴിക്കാതെ പോകുന്നത് ഭയങ്കര മോശമല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ചായയൊക്കെ പുറത്തുനിന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും വാങ്ങിക്കാൻ വേണ്ടി പോപ്കോൺ ഞങ്ങൾ ആദ്യം അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ടെൻഷൻ അടിക്കുന്ന സിനിമകളൊന്നും കാണുന്നതേ താല്പര്യമില്ല. അതിനെക്കൊണ്ട് എൻ്റെ എവർഗ്രീൻ എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് CID മൂസ കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കും, എന്നാൽ പിന്നെ പേടിച്ചുകൊണ്ട് എന്തിനാ ലോകം കാണാൻ പോകണമെന്ന്. എല്ലാവരും മുമ്പ് പിന്നെ ഞാൻ പോകണ്ട, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണം, അപ്പം എനിക്ക് പേടിയാവില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ബൈ.